മഴക്കാടുകളിൽ മാത്രം കണ്ടുവരുന്ന മലമുഴക്കി വേഴാമ്പലിനെ കഴിഞ്ഞ ദിവസം കൊച്ചി വൈപ്പിനിൽ കണ്ടെത്തിയിരുന്നു. നാട്ടുകാർക്ക് സുപരിചിതമല്ലാത്ത പക്ഷി മലമുഴക്കി വേഴാമ്പലാണെന്ന് തിരിച്ചറിഞ്ഞത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരായ ശരത്തും സന്ദീപ് സെന്നുമാണ്. വേഴാമ്പലുകളെ തേടി കാടുകളിൽ അലഞ്ഞ ഇവർക്ക് സ്വന്തം നാട്ടിൽ പക്ഷിയെ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ്. മലമുഴക്കി വേഴാമ്പൽ നമ്മുടെ സംസ്ഥാന പക്ഷിയാണെങ്കിലും ഇവയെ സാധാരണ കണ്ടുവരുന്നത് മഴക്കാടുകളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മലമുഴക്കി വേഴാമ്പലിനെ നേരിൽ കണ്ടവർ കുറവായിരിക്കും. കഴിഞ്ഞ ദിവസം വൈപ്പിൻ ഞാറക്കലിൽ വലിയ പക്ഷിയെ കണ്ട് പലരും ഞെട്ടി. സംശയം തീർക്കാൻ നാട്ടുകാർ വിളിച്ചത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെ ഇഷ്ടപ്പെടുന്ന വൈപ്പിൻ സ്വദേശികളായ TS ശരത്തിനെയും സന്ദീപ് സെന്നിനെയുമാണ്. പക്ഷി വലിപ്പമുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഒരു കൗതുകം, വേറെ എന്തെങ്കിലും നമുക്ക് പ്രത്യേക സൈസ് എന്തെങ്കിലും പക്ഷിയാണോ, കളർഫുള്ളാണെന്ന് പറഞ്ഞപ്പോൾ ഒരു കൗതുകം, എന്തെങ്കിലും നമുക്കറിയാവുന്ന ഒരു പക്ഷിയായിരിക്കും എന്നുള്ള ധാരണയിൽ ഞാൻ അവിടെ ചെന്ന് നോക്കി. അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ ചിറകുടി ശബ്ദം കേട്ടു. അപ്പോൾ നമുക്കറിയാമല്ലോ, ഈ പൊതുവെ മലമുഴക്കി വേഴാമ്പലിൻ്റെ ചിറകടി ശബ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര താളാത്മകമാണ്. അത് നമുക്ക് കാതിന് ഭയങ്കര സന്തോഷമുള്ളൊരു കേസാണ്. അപ്പോൾ ഇതിനെ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം വന്നു. കാരണം മലമുഴക്കി വേഴാമ്പലാണെന്നുള്ള അറിവ് ഭയങ്കര സന്തോഷമായിരുന്നു. വേഴാമ്പലാണ് പക്ഷിയെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇരുവരും ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തി. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ്. മഴക്കാടുകളിൽ കണ്ടുവരാറുള്ള വേഴാമ്പൽ എങ്ങനെ നാട്ടിലെത്തിയെന്നത് പിടികിട്ടാത്ത ചോദ്യമായി തുടരുന്നു. ഈ വൈപ്പിൻ പ്രദേശങ്ങളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പക്ഷി വരുന്നത്. പൊതുവെ മഴക്കാടുകളിൽ മാത്രം കാണുന്ന പക്ഷി ആണിത്. അതുമാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ 4 ഇനം വേഴാമ്പലുകളുണ്ട്. പൊതുവെ ആ 4 ഇനം വേഴാമ്പലിൽ ഏറ്റവും ഭംഗിയുള്ളതും വലിപ്പേറിയതുമായ ഒരു പക്ഷിയാണ് മലമുഴക്കി. എങ്ങനെ ഇത് ഇവിടെ എത്തി എന്നുള്ളൊരു പ്രധാന ഘടകമാണ്. പൊതുവെ ഇതൊരു ഒറ്റപ്പറക്കൽ ഒരു 4-5 കിലോമീറ്ററൊക്കെ പറക്കാറുള്ളൂ. അത് ഇത്ര ദൂരം എത്തിപ്പെട്ടതും നമുക്കൊരു സംശയങ്ങളിൽ ഉള്ളിലുണ്ട്, ഇതെങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത്. കാരണം ഇത് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു പക്ഷിയല്ല, ഇണയും കൂടെ ഉണ്ടാവുന്നതാണ്. ഇനി ഇണ നഷ്ടപ്പെട്ടിട്ട് ഇത് കറങ്ങി നടക്കുന്നതാണോ എന്നും നമുക്കറിയില്ല. ഇതൊരു ആൺപക്ഷിയാണ്. അപ്പോൾ അതിൻ്റെ കണ്ണ് നോക്കിയാൽ അറിയാം ആണോ പെണ്ണോ ആണോ എന്ന്. കഴിഞ്ഞ ദിവസം വേഴാമ്പലിനെ കണ്ട സ്ഥലത്ത് വീണ്ടും അന്വേഷിച്ചെങ്കിലും പക്ഷിയെ പിന്നീട് കണ്ടിട്ടില്ല. കിരൺ കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.